നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിലർക്ക് ചില കാര്യങ്ങളിൽ രണ്ട് നിലപാടായിരിക്കും. നമ്മളെല്ലാവരും സാധാരണ പാവങ്ങളുടെയും അതോടൊപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെയും അല്ലെങ്കിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരുടെ ഒക്കെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ലോകത്ത് ആ അവസ്ഥയിലുള്ള എല്ലാവരെയും ഒരുപോലെ കണ്ട് അവരോടൊപ്പം യാതനകൾ അനുഭവിക്കുന്ന, തീവ്രവാദത്തിന് ഇരകളായിട്ടുള്ളവരെയും അവരെയൊക്കെ ഒരേ കണ്ടുകൊണ്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. പക്ഷെ ചിലർക്കത് സാധിക്കില്ല. രണ്ടും രണ്ടായിട്ട് കാണാനേ ചിലർക്ക് സാധിക്കത്തുള്ളൂ. ഗാസയിലെ ദുഃഖം അല്ലെങ്കിൽ ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ഒരു വശത്ത് കാണുമ്പോഴും മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പക്ഷത്തും വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ഭീകരവാദത്തിന്റെ ഇരകളായി ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥയും കൂടി കാണേണ്ടതുണ്ട്. അത് കാണണമെങ്കിൽ, അങ്ങനെ കൂടി കാണണമെങ്കിൽ ഹൃദയം എന്നൊരു കാര്യം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഹൃദയമുള്ള ആളുകൾക്ക് മനുഷ്യരുടെ എല്ലാ വിഷമങ്ങളും, മനുഷ്യരുടെ ദുഃഖങ്ങളെല്ലാം ഒരുപോലെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഗാസയിൽ നിന്നല്ല, ഇസ്രായേൽ എന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, പാകിസ്ഥാനിൽ നിന്നല്ല, ദുരിതം അനുഭവിക്കുന്ന, ഭീകരവാദം അനുഭവിക്കുന്ന, അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെല്ലാം ഒരുപോലെയാണ് എന്ന തോന്നലുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ മാസം 1-ാം തീയതി ഇറ്റലിയിലെ സിസിലിയിൽ നിന്ന് ആരംഭിച്ച് ഗാസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരുന്ന ഒരു ചെറിയ കപ്പൽ ഏകദേശം 12ഓളം ആക്ടിവിസ്റ്റുകൾ, പരിസ്ഥിതി പ്രവർത്തകയായ സ്വീഡിഷ് പൗരയായ ഗ്രേറ്റ തൻബർഗ് നേതൃത്വം കൊടുക്കുന്ന 12 ആക്ടിവിസ്റ്റുകൾ, അതിൽ പാലസ്തീനിൽ നിന്നുള്ള ഫ്രാൻസിലെ യൂറോപ്യൻ പാർലമെന്റിലെ MP ഉൾപ്പെടുന്ന സംഘം, 12 അംഗ സംഘം ഗാസയിലേക്ക് വരികയുണ്ടായി. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഗാസയിലെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങി വരിക, അവരെ നേരിട്ട് കാണുക, അവർക്ക് ഇവരെ കൊണ്ടാകുന്ന സഹായം ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഈ മെഡ്ലിൻ എന്ന് പറയുന്ന കപ്പലിൽ വന്ന, അല്ലെങ്കിൽ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന സംഘത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. അത് ഗാസ ലക്ഷ്യമാക്കി മെഡിറ്ററേനിയൻ സീയിലൂടെ വരുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഗാസ യുദ്ധഭൂമിയാണ്, മറ്റാർക്കും അവിടേക്ക് പ്രവേശനമില്ല, നിങ്ങൾ ഗാസയിലേക്ക് വരരുത് എന്നുള്ള മുന്നറിയിപ്പ് അവർ കൊടുത്തിരുന്നു. പക്ഷേ സമുദ്രത്തിലൂടെ ഞങ്ങൾ വരും, ഗാസയിൽ പ്രവേശിക്കും, ഗാസയിലെ ജനങ്ങളെ കാണും, അവർക്ക് മാനുഷിക സഹായം നൽകും എന്നവർ പ്രഖ്യാപിച്ചു. ആ സമയം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഗാസയിൽ 10-40,000 കുട്ടികൾ മരണപ്പെടുമെന്ന വ്യാജ വാർത്ത UN വഴിയൊക്കെ പ്രചരിച്ചിരുന്ന ആ സമയത്താണ് ഈ ഫ്രീഡം ഫ്ലോട്ടില സിസിലിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ടത്, ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. അപ്പൊ ഇസ്രായേൽ അത് തടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല. അവര് 2 ദിവസം മുമ്പ് ഈജിപ്തിൽ എത്തിയിരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഗാസയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ ഫ്രീഡം ഫ്ലോട്ടില ഇങ്ങനെ കടലിലൂടെ, മെഡിറ്ററേനിയൻ കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഗാസയിൽ നിന്നും 200 കിലോമീറ്ററിന് അപ്പുറത്ത് സമുദ്ര പാതയിൽ വെച്ച് തന്നെ ഇസ്രായേൽ നാവികസേന അവരെ കസ്റ്റഡിയിലെടുത്തു. 12 ആക്ടിവിസ്റ്റുകളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിലെ അഷ്ദൂദ് എന്ന പട്ടണത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് അവരെ കൊണ്ടുപോയത് നേരെ മെഡിക്കൽ പരിശോധനകൾക്കാണ്. കാരണം ഒരുപാട് കടലിലൂടെ യാത്ര ചെയ്താണ് അവരെത്തിയത്. അവർക്ക് വേണ്ടത്ര മെഡിക്കൽ പരിചരണം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, സാൻഡ്വിച്ച് കൊടുത്തു, വെള്ളം കൊടുത്തു. അതിനുശേഷം അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവരെ ഇസ്രായേലിലെ ഡിറ്റൻഷൻ സെന്ററിലാണ് പാർപ്പിച്ചത്. അവിടെ വെച്ച് അവരോട് ഇസ്രായേൽ സൈന്യം അഭ്യർത്ഥിക്കുകയുണ്ടായി, നിങ്ങൾ എന്തായാലും ഗാസയിലെ പൗരന്മാരെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതല്ലേ, നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, നിങ്ങൾ കൊണ്ടുവന്ന സഹായം, നിങ്ങൾ ഗാസയിലെ പൗരന്മാർക്കായി കൊണ്ടുവന്ന എയ്ഡുകൾ, മാനുഷിക സഹായം ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങളത് ഗാസയിലെ അർഹതപ്പെട്ടവർക്കായിട്ട് വീതിച്ചു കൊടുക്കാം എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതനുസരിച്ച് അവർ കൊണ്ടുവന്ന ചെറിയ സഹായം, ചെറിയ എയ്ഡ് ഇസ്രായേൽ സൈന്യത്തിന് ഇവർ കൈമാറുകയുണ്ടായി. അതെന്തായാലും ഇസ്രായേൽ സൈന്യം കൈപ്പറ്റി. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് അവർക്കായിട്ട് കൊടുക്കും. നമുക്കറിയാം, ഇപ്പോൾ GHFന്റെ, ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇസ്രായേലും അമേരിക്കയാണ് അതിന് പുറകില്, ഹമാസിന്റെ കയ്യിൽ ചെല്ലാതെ ഗാസയിലെ ജനങ്ങൾക്ക് നേരിട്ട് ഭക്ഷണം, മാനുഷിക സഹായം കൊടുക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവര് കൊണ്ടുവന്ന സഹായം ഇസ്രായേൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഏറ്റു. അതിനുശേഷം ഇസ്രായേൽ ആർമി ഇവരോടൊരു അഭ്യർത്ഥന വെച്ചു, നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഗാസയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒക്ടോബർ 7, അതായത് 2023 ഒക്ടോബർ 7
പലസ്തീനിലെ 10ഓളം വരുന്ന ഭീകര സംഘടനകൾ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് തെക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലും നോവ മ്യൂസിക് ഫെസ്റ്റിവലിലും ഒക്കെ വന്ന തീവ്രവാദികൾ കയറി മേഞ്ഞ രംഗങ്ങൾ, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, യുവതികളെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളെ കുത്തിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഗർഭിണികളുടെ വയറ്റില് കത്തിവെച്ച് കുത്തുന്ന രംഗങ്ങൾ, വയറ്റില് വെടിവെക്കുന്ന രംഗങ്ങൾ, കുഞ്ഞുങ്ങളെ ഓവനിൽ നിന്ന്, അതായത് മൈക്രോവേവ് ഓവനിൽ വെച്ച് വേവിച്ചതിന് ശേഷം ഇസ്രായേൽ ആർമി അവരെ കണ്ടെടുക്കുമ്പോൾ അത് പുറത്തേക്ക് എടുക്കുന്ന രംഗങ്ങൾ, ഇങ്ങനെ ഹൃദയഭേദകമായ രംഗങ്ങൾ. ഒപ്പം തന്നെ മാതാപിതാക്കളോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്ന് മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ മാതാപിതാക്കള്, വൃദ്ധര്, പല ഏജിൽപ്പെട്ടവര്, ഇവരുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങള്, സൈന്യത്തിന്റെ കയ്യിലുള്ള ഒഫീഷ്യൽ ദൃശ്യങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ്, നിങ്ങളത് കാണണം എന്ന് പറഞ്ഞ് അവരോട് നിർദ്ദേശിക്കുകയുണ്ടായി സൈന്യം. പക്ഷേ ഈ മാനുഷിക സഹായം നൽകാമെന്ന മനുഷ്യത്വമുള്ള ആളുകൾ എന്ന് പറയുന്നവർ, അതായത് ഫ്രീഡം ഫ്ലോട്ടിലായിൽ എത്തിയ മനുഷ്യത്വമുള്ള ഈ 12 ആക്ടിവിസ്റ്റുകൾ പറഞ്ഞത് ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണണ്ട എന്നാണ്. അതായത് ഹമാസ് ഇസ്രായേലിൽ ചെയ്തു കൂട്ടിയ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അവർക്ക് കാണണ്ട. അതിന് പ്രത്യുത്തരമായിട്ട് ഇസ്രായേൽ ചെയ്ത ഗാസയിലെ പ്രവർത്തനത്തിലാണ് അവർക്ക് പ്രതിഷേധം. അപ്പോൾ ശരിക്കും ഈ ആക്രമണത്തിന്റെ, അല്ലെങ്കിൽ ഗാസ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരാൻ കാരണമായ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ, ഹമാസ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവർക്ക് കാണണ്ട. ഈ ഒരു മനോഭാവമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. ചിലർക്ക് ചില കാര്യത്തിൽ 2 അഭിപ്രായമാണ്, 2 ചിന്താഗതിയാണെന്ന്. ഇസ്രായേലിലെയും പലസ്തീനിലെയും ഗാസയിലും ഒക്കെ ജനങ്ങൾ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരാണ്, തീവ്രവാദത്തിന്റെ ഇരകളാണ്. അപ്പോൾ അവരോട് ഒരേപോലുള്ള സമീപനമല്ല ഇവർ സ്വീകരിക്കുന്നത്. ഇത് യാദൃച്ഛികമൊന്നുമല്ല, ഇത് പാർഷ്യാലിറ്റിയാണ്. പാലസ്തീനോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഗാസയിലെ ആളുകളോടോ എതിർപ്പ് കൊണ്ടൊന്നും പറയല്ല. യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ ഇരകളായവരെ ഒരേ കണ്ണിൽ കാണാൻ ആക്ടിവിസ്റ്റുകളായാലും ആരായാലും പഠിക്കണം. ഇവിടെ ഇവർക്ക് കൈമോശം വന്നത് അതാണ്. ഇവർക്ക് 2 മനസ്സാണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കാരണം തീവ്രവാദത്തിന്റെ ഇരകളായവർക്ക് ഒരു വിലയുമില്ല, തീവ്രവാദം ചെയ്യുന്നവർക്കാണ് സമൂഹത്തിൽ വില എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സമീപനമാണ് ഫ്രീഡം ഫ്ലോട്ടിലായിൽ വന്ന 12 ആക്ടിവിസ്റ്റുകൾ, പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗിന്റെ നേതൃത്വത്തിലുള്ള 12 ആക്ടിവിസ്റ്റുകൾ പ്രകടിപ്പിച്ചത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇവിടെയുള്ള ആളുകൾക്കും നേരെ വ്യത്യസ്തമൊന്നുമല്ല അഭിപ്രായം, ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റു വാർത്താവിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.